വിശേഷ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും അനുഗ്രഹങ്ങളും നേരുകയാണ്. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്ന് ഓർക്കുന്നു. ഇപ്പോൾ ഒരു വർഷമായി. എത്ര പെട്ടെന്ന് സമയം കടന്നു പോകുന്നു നമ്മൾ അറിയില്ല. നിങ്ങൾ കഴിഞ്ഞ വർഷം തിരുനാളുകളൊക്കെ കൂടിയവരാണ് അല്ലേ? എത്ര ദിവസം തിരുനാളുണ്ട്? ഒരാഴ്ച, 3 ദിവസം, 9 ദിവസം. ഓക്കെ. കഴിഞ്ഞ വർഷം 9 ദിവസം തിരുനാൾ കൂടിയിട്ട് അൽഫോൻസാമ്മയുടെ എന്തെങ്കിലും ജീവിത മാർഗം നിങ്ങൾ മാതൃകയാക്കി എടുത്തോ ഈ ഒരു വർഷമായിട്ട്? 9 പ്രസംഗങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ അൽഫോൻസാമ്മയുടെ തിരുനാൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്തെങ്കിലും അംശവും അറ്റവും ഇപ്പോഴെങ്കിലും ഓർത്തിരിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിശുദ്ധരുടെ, ഇടവക മധ്യസ്ഥരുടെ തിരുനാൾ ആഘോഷിക്കുന്നത്? ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചില ബോധ്യങ്ങൾ വേണം അല്ലേ? എന്തുകൊണ്ടാണ് വൈ ഡു വി സെലിബ്രേറ്റ് പാരിഷ് പേട്രൺസ് ഫീസ്റ്റ്, പേട്രണസ് ഫീസ്റ്റ്? എല്ലാ വർഷവും ജൂലൈ മാസമുണ്ട്, അതുകൊണ്ട് തിരുനാൾ വരുന്നു, നമ്മൾ ആഘോഷിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത്? നമ്മൾ എപ്പോഴും ചോദിക്കുന്നു. എന്തുകൊണ്ട് തിരുനാൾ ആഘോഷിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് തിരുസഭ എല്ലാ ഇടവകൾക്കും ഓരോ മധ്യസ്ഥരെ തരുന്നത്? ഒരു പള്ളിക്കും പേരില്ലാത്ത പള്ളിയില്ല അല്ലേ? ഏതെങ്കിലും ഒരു വിശുദ്ധന്റെ അല്ല വിശുദ്ധയുടെ പേരുണ്ട്. എന്തുകൊണ്ടാണ് സഭ ഇവരൊക്കെ നമുക്ക് തരുന്നത്? ഈ പള്ളിയുടെ, നമ്മുടെ കത്തീഡ്രൽ പള്ളിയുടെ പേര് സെന്റ് അൽഫോൻസ് ആണ്. ഡാൻഡനോങ്ങിലുള്ളതിന്റെ പേര് എന്താ? സെന്റ് തോമസ് അല്ലേ? നമ്മുടെ ഭാരത സഭയുടെ അപ്പസ്തോലനും കേരള സഭയുടെ ആദ്യത്തെ വിശുദ്ധയുമാണ് ഇവർ രണ്ടുപേരും. അല്ല, ആദ്യത്തെ വിശുദ്ധയും. എന്തുകൊണ്ടാണ് സഭ നമുക്ക് ഓരോരുത്തർക്ക്, എല്ലാ ലോകത്ത് എവിടെയും കത്തോലിക്ക സഭയ്ക്കും ആംഗ്ലിക്കൻ സഭയ്ക്കും ഒക്കെ ഉണ്ട് ഒരു വിശുദ്ധന്റെ പേര്? എന്തുകൊണ്ടാണ് ഈ വിശുദ്ധരെ നമുക്ക് പേര് നൽകുന്നത്? ശരിയാണത്. നമ്മളെ അവർ തരുന്നത് നമുക്ക് വേണ്ടി അവര് സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുന്നു. അതിനുപരിയായി അവരുടെ ജീവിത മാതൃക നമുക്ക് പ്രചോദനമാകുവാൻ വേണ്ടിയാണ്. ഇങ്ങനെയാണ് പറയുന്നത്, ഇടവക മധ്യസ്ഥർ ആർ ദ സ്പിരിച്വൽ കമ്പാനിയൻസ് ഓൺ അവർ ജേർണി ടു ഹോളിനെസ്. നമ്മുടെ വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ ഇടവക മധ്യസ്ഥര് നമ്മുടെ സഹയാത്രികരാണ്. ശരിയല്ലേ? മക്കൾ വളർന്നു വരുമ്പോൾ മാതാപിതാക്കൾ എപ്പോഴും അവരുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ചെറുപ്പം മുതലേ. എന്തിനു വേണ്ടിയിട്ടാണ്? എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ വീഴാതിരിക്കാനായിട്ട്. കൈ പിടിച്ച് നടന്നു വരുമ്പോൾ പിന്നെ പഠിപ്പിക്കാൻ ഗിവൺ ടു ദ പാരിഷ്. ആ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകും. എന്തിനാണ് ഇവരുടെ ജീവിതത്തിൽ വിശുദ്ധരാകൊണ്ടാണ് ഇടവക തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും, ഇങ്ങനെ ഒരാൾ ഈ ഇടവകയിലുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മളെ സഹായിച്ചതിനും ഇനിയുള്ള വർഷത്തേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ ആത്മീയ വിശുദ്ധീകരണത്തിലുള്ള നമ്മൾ സംരക്ഷിക്കുക. പലപ്പോഴും പല വിശ്വാസ സമൂഹക്കാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുന്നതിനെ മറ്റു സഭയിലുള്ളവരും കളിയാക്കുക. വിശുദ്ധരെ നമ്മൾക്ക് പ്രൊട്ടക്ടാസ് സംരക്ഷിക്കാനായിട്ട് സാധിക്കും? യെസ് പറഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും കെണി വെച്ചിട്ടുണ്ടാവും, നോ പറഞ്ഞാലും കെണി വെച്ചിട്ടുണ്ടാവും. പണ്ട് ഈശോ ഞാൻ അതുകൊണ്ട് നിങ്ങളോടും ഒന്നും പറയുന്നില്ല. സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. എന്ന് പോകുമ്പോൾ ഒരു കാർ വരുമ്പം കൈ പിടിച്ച് മാറ്റുന്നു. അല്ല, നിങ്ങൾ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരാൾ മുമ്പോട്ടെടുത്ത് ചാടിയാൽ, തൊട്ടടുത്തല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടി നിർത്തും അല്ലേ? അപ്പൊ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മനുഷ്യരായി ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, നേഴ്സസ് ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ടാവും, ഡോക്ടർമാരായിട്ട് ജോലി ചെയ്യുന്നവരുണ്ടാവും, CPR കൊടുത്ത് നിങ്ങൾ ജീവൻ രക്ഷിച്ച ഒത്തിരി പേരുണ്ടാവും. അപ്പൊ നമുക്ക് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ വിശുദ്ധരായ ദൈവത്തിനെതിരെ ഇരിക്കുന്നവർക്ക് നമ്മളെ സംരക്ഷിക്കാനായിട്ട് സാധിക്കില്ല.
രക്ഷിക്കുക എന്ന് ഉദ്ദേശിച്ചത് നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് പാപ സാഹചര്യങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവരുടെ മാധ്യസ്ഥം വഴി അവർക്ക് നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കും. അത് വളരെ വലിയ നമുക്ക് മറ്റുള്ളവരെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ വിശുദ്ധർക്ക് രക്ഷിക്കാൻ. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കും. വിശുദ്ധരെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, അവര് നമ്മുടെ സംരക്ഷണത്തിൽ ഇടപെടുന്നു. അവർ ഭൂമിയിൽ നമ്മുടെ സുഹൃത്തുക്കളായി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ ഒരു DNA ആണ് ഒരു വിശുദ്ധ. നമ്മൾ ആ വാക്ക് എപ്പോഴും ഉപയോഗിക്കാറുണ്ട് അല്ലേ, പല കാര്യത്തിലും. DNA എന്ന് ഉദ്ദേശിച്ചാൽ അതിന് പിന്നെ അപ്പുറം ഇപ്പുറം മാറ്റമൊന്നുമില്ല അല്ലേ. നമ്മുടെ DNA ആണ് നമ്മുടെ എന്താ വ്യക്തിത്വം തീരുമാനിക്കുന്നത് പറയുന്നത്, മനുഷ്യന്റെ DNA. അപ്പം ഒരു വിശുദ്ധ അല്ലെ ഒരു വിശുദ്ധ ഒരു ഇടവകയ്ക്ക് നൽകിയിരിക്കുന്ന ആ ഇടവകയുടെ DNA ആണ്. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ഇടവകയുടെ DNA ആണ് ആര് ഉണ്ടാകണം. ആ DNA-യിൽ നിന്ന് കിട്ടുന്ന മാതാപിതാക്കളിൽ നിന്ന് ആണ് മക്കളിലേക്ക് DNA പാസ് ചെയ്യപ്പെടുന്നത് അല്ലേ. അതുപോലെ ആ വിശുദ്ധരുടെ DNA നമ്മളിലേക്ക് വരിക എന്ന് പറയുന്നത് അവരേത് വഴിയിലൂടെയാണ് കടന്നുപോയത് ആ വഴിയിലൂടെ ചരിക്കുവാനുള്ള ഒരു ധൈര്യം, ഒരു തൻ്റെ ഇടം, ഒരു കൃപ, ആ വഴി ധൈര്യപൂർവ്വം മുന്നേറുവാൻ. ഈ ഇടവകയുടെ വിശുദ്ധൻ വിശുദ്ധ ആരാ? അൽഫോൻസാമയാണെന്ന് നിങ്ങൾ പറഞ്ഞു. അൽഫോൻസാമയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാ അറിയാവുന്നേ? കുറച്ച് കാര്യങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു. എനിക്ക് വലിയ പിടിയൊന്നുമില്ല അൽഫോൻസാമയെ കുറിച്ച്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ആ 10ാം ക്ലാസ്സിൽ 16ാമത്തെ വയസ്സിൽ 3 വർഷം കേരളത്തിൽ, ബാക്കിയുള്ള എല്ലാ ജീവിതകാലം ബാക്കി മുഴുവൻ ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു. ഇപ്പോഴും കേരളത്തിന് പുറത്ത്. അപ്പം എനിക്ക് അൽഫോൻസാമയെ കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങളുടെ ഇടവകയാണ്, മധ്യസ്ഥയാണ്, കഴിഞ്ഞ വർഷങ്ങളായി തിരുനാൾ കേൾക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ അൽഫോൻസാമയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന എന്തൊക്കെയാന്ന് പറയാം. ഓക്കെ, അൽഫോൻസാമയെ കുറിച്ച് പറയാം. എന്തൊക്കെ രോഗങ്ങളായിരുന്നു അൽഫോൻസാമയ്ക്ക് ഉണ്ടായിരുന്നത്? ജന്മം മുതൽ ഒന്ന് പറയാം. അൽഫോൻസാമയുടെ ജന്മം മുതൽ എങ്ങനെയായിരുന്നു? അൽഫോൻസാമ ജനിച്ചത് എങ്ങനെയാണെന്ന് ആർക്കറിയോ? അമ്മ മരിച്ചുപോയ പിന്നെ ജനിക്കില്ലല്ലോ. മരണത്തിന് ശേഷം. അൽഫോൻസാമ ജനിക്കുന്നത് എങ്ങനെയാണ്? അൽഫോൻസാമ പ്രീ മച്യൂർ ആയിട്ടാണ് ജനിച്ചത്. 8ാം മാസത്തിൽ ജനിച്ചു. എങ്ങനെയാ ജനിച്ചത്? കാരണം എന്താണ്? അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് 8ാം മാസത്തിൽ ഒരു പാമ്പ് അൽഫോൻസാമ്മയുടെ അമ്മയെ ചുറ്റി. അങ്ങനെ പേടിച്ച് 8ാം മാസത്തിൽ പ്രീമച്യൂർ ആയിട്ടാണ് അൽഫോൻസാമ്മ ജനിക്കുന്നത്. ആരും കേട്ടിട്ടില്ല ഇത്? ഞാനിങ്ങനെ നോക്കിയപ്പം വത്തിക്കാൻ്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. ഞാനിങ്ങനെ നോക്കുമായിരുന്നു നിന്ന്. അപ്പോൾ വത്തിക്കാൻ്റെ വെബ്സൈറ്റിൽ കിടക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. 8ാം മാസത്തിൽ പ്രീമച്യൂർ ആയിട്ട് അൽഫോൻസാമ്മ ജനിക്കുകയാണ്. അതിനുശേഷം എത്ര നാൾ കഴിഞ്ഞ് അമ്മ മരിച്ചത്? അൽഫോൻസാമ്മയുടെ അമ്മ മരിച്ചത്? നമ്മുടെ വിശുദ്ധരെ കുറിച്ച് അർജന്റീനയുടെ കളി നിങ്ങൾ കണ്ടോ? കഴിഞ്ഞ ദിവസം കണ്ടോ? അർജന്റീനയുടെ ക്യാപ്റ്റൻ ആരാ? ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ആളാരാ? മെസ്സിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലേ? നമുക്ക് അതൊക്കെ അറിയാം. എംബാപ്പയെ കുറിച്ച് എല്ലാവർക്കും അറിയാം, അറിയില്ലേ? ഇതൊക്കെ നമ്മൾ ചോദിച്ചാൽ കൃത്യമായിട്ട് നമ്മൾ പറയും. VD സതീശനെ കുറിച്ച് ചോദിച്ചാൽ നമുക്കറിയാം അല്ലേ? പിണറായി വിജയനെ കുറിച്ച് ചോദിച്ചാൽ പറയും, മോദിയെ കുറിച്ച് ചോദിച്ചാൽ പറയും. പക്ഷെ അൽഫോൻസാമ്മയുടെ കാര്യം വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം. അൽഫോൻസാമ്മയുടെ അമ്മ 3 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു. പിന്നെ അൽഫോൻസാമ്മയുടെ ജീവിതം അത്ര എളുപ്പമുള്ളതെന്നായിരുന്നില്ല. അൽഫോൻസാമ്മ വല്യമ്മയുടെ കൂടെയും ഒക്കെയാണ് വളർന്നു വന്നത്. അങ്ങനെ കല്യാണപ്രായമായി. എത്രാമത്തെ വയസ്സിലാണ് അൽഫോൻസാമ്മയ്ക്ക് കല്യാണം തീരുമാനിക്കുന്നത്? ഇതേപോലെ ഒരാൾ 13ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. അതാരാ? പരിശുദ്ധ അമ്മ. ഏകദേശം 13ാമത്തെ വയസ്സിലാണ് പരിശുദ്ധ അമ്മയുടെ കല്യാണം എന്നാണ് പറയുന്നത്. അപ്പൊ അൽഫോൻസാമ്മയ്ക്ക് കല്യാണത്തിനോട് താല്പര്യമില്ലായിരുന്നു. ഈ കല്യാണം ഒഴിവാക്കാൻ അൽഫോൻസാമ്മയ്ക്ക്, പക്ഷെ അൽഫോൻസാമ്മയെ പെണ്ണ് കാണാൻ വരുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. കാരണം എന്താണ്? അത്രയേറെ സമ്പത്തുണ്ടായിരുന്നവളാണ്. നിങ്ങൾക്കറിയാം. അതേലും ചോദിക്കാം അൽഫോൻസാമ്മയോട്. ഒന്നും ചോദിക്കാൻ അല്ലെങ്കിൽ അതേലും ചോദിക്കണം എല്ലാ ദിവസവും.
അൽഫോൻസാമ്മേ, നിന്നെ പോലെ എന്നെ ഒന്ന് സുന്ദരിയാക്കുമോന്ന്, നല്ല സുന്ദരനാക്കണമെന്ന്. മനസ്സിലായില്ലേ? നമ്മൾ ഈ പെയിന്റ് അടിക്കാനൊക്കെ പോകുന്ന സമയം കൊണ്ട് അൽഫോൻസാമ്മയോട് ചോദിച്ചാൽ അതെങ്കിലും മിനിമം എനിക്ക് തരണമെന്ന് പറഞ്ഞു. പക്ഷെ അൽഫോൻസാമ്മ എന്താ പറഞ്ഞത്? ഈ കല്യാണം മുടക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്ത് ചെയ്യണം? എന്നെ ഈ ഗുഡ് ഫിഗറിൽ നിന്ന് ഡിസ്ഫിഗർ ചെയ്യുക. ബാക്കി കഥ നിങ്ങൾക്കറിയാം അല്ലേ? തീയിൽ ചാടിയതും ശരീരം മുഴുവൻ പൊള്ളിച്ചതും അങ്ങനെ ഡിസ്ഫിഗറായി മാറുകയൊക്കെ ചെയ്തു. അത് അൽഫോൻസമ്മ ചെയ്തൊരു വലിയ കാര്യമാണ്. ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തി ഒന്നാമതേ പ്രീമച്ചുറായി ജനിച്ചു, അമ്മയില്ല, മറ്റാരോ നോക്കുന്നു, സഹനത്തിന്റെ വഴി നടക്കുമ്പോൾ സ്വയം പൊള്ളിക്കുകയും കൂടി ചെയ്യുകയാണ്. പിന്നെ മറ്റെന്തൊക്കെ അസുഖങ്ങളാണ് അൽഫോൻസമ്മയ്ക്ക് ഉണ്ടായിരുന്നത്? അൽഫോൻസമ്മയ്ക്ക് അസുഖമായിരുന്നു, രോഗിയായിരുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയായിരുന്നു എന്നും കൂടെ നമ്മൾ അറിയണം. എന്തോ? ഓക്കെ. പിന്നെ ടൈഫോയിഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു, ന്യൂമോണിയ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിലൊക്കെ വലിയ ഒരു അസുഖം ഉണ്ടായിരുന്നു അൽഫോൻസാമ്മയെ പിടിച്ചായിരുന്നു. എന്താണ്? ഒച്ചപ്പറ, പേടിക്കണ്ട. അതെ, മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ത് കാരണം? മഠത്തിലായിരുന്ന സമയത്ത് കള്ളനെ രാത്രിയിൽ കണ്ട് പേടിച്ച് മെന്റൽ ഷോക്ക്, നെർവസ് ഷോക്ക് ഉണ്ടായി. ഒരു വർഷത്തോളം മെന്റൽ ഷോക്കിൽ എഴുതാനോ വായിക്കാനോ പോലും അറിയാതെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. എത്ര പേർക്കറിയാം ആ ഒരു കഥ? സകല വേദനകളും അനുഭവിച്ച ഒരു വിശുദ്ധയാണ് നമ്മുടെ ഇടവകയിൽ നമുക്ക് ഒരു വിശുദ്ധയായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഈ മധ്യസ്ഥയോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സാരമായിട്ട് ചോദിക്കുന്ന കാര്യമില്ല. നിനക്ക് മാനസിക പ്രശ്നമുണ്ടോ? എന്റെ ടെൻഷൻ നിനക്ക് വല്ല അറിയാം? അൽഫോൻസാമ്മ പറയാം, എനിക്ക് നിന്റെ ടെൻഷനൊന്നും എനിക്കറിയില്ല. കാരണം എന്താണ്? എൻ്റെ അത്രയും ടെൻഷന് നിനക്കൊന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അമ്മ തിരിച്ചു പറയുന്നു. അപ്പൊ അൽഫോൻസാമ്മയോട് നമുക്ക് എന്തുമാത്രം മാധ്യസ്ഥം യാചിക്കാനായിട്ടുണ്ട്. കാരണം ഒരു വ്യക്തി കടന്നുപോയ വഴി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. നിങ്ങളൊക്കെ ഒരു പക്ഷേ മെസ്സി ചെറുപ്പം മുതലേ എങ്ങനെയായിരുന്നു? പൊക്കമില്ലാത്തവനായിരുന്നു, ഒരു കാലിന് നീളമില്ലായിരുന്നു, സർവ്വത്ര കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ അറിയാം, 39-ാമത്തെ വയസ്സിൽ ഓടുന്നുണ്ടോ, ഓടാൻ പറ്റുമോ, എല്ലാ കാര്യങ്ങളും നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയാം. പക്ഷെ ഇതുപോലെ നമ്മുടെ വിശുദ്ധരെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാലേ അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്നെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്ന് ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു നല്ല എന്താ പറയാ, ഒരു ബിസിനസ്സുകാരനാണ്, എനിക്ക് വലിയ പിടിപാടുണ്ട് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്ന് സഹായം ചോദിക്കും അല്ലേ? പക്ഷെ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നെങ്കിലും ചോദിക്കും? ചോദിക്കില്ല. അപ്പൊ നമ്മുടെ വിശുദ്ധരാരാണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകണം. അവരുടെ ജീവിത സാഹചര്യം എന്താണെന്നുള്ള ബോധ്യമുണ്ടാകണം. അതുകൊണ്ടാണ് ഇടവകയിലെ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുകയും ഈ വിശുദ്ധരെ കുറിച്ച് ഓർക്കുകയും ആ വിശുദ്ധരെ നമ്മുടെ പ്രചോദനമായി നിൽക്കുകയും ചെയ്യുന്നു. നമുക്ക് ഓരോ പ്രശ്നമായിരിക്കണം, ആ വശത്തേക്കായിരിക്കണം. കിഴക്കോ പടിഞ്ഞാറോ തെക്കോ എവിടെയായാലും എഴുന്നേറ്റ് രാവിലെ നോക്കേണ്ട നമ്മുടെ ഈ വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി കഷ്ടപ്പെട്ട അൽഫോൻസാമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: I feel that the Lord has destined me to be an oblation, a sacrifice of suffering. I consider a day in which I have not suffered as a day lost to me. I consider a day that I have not suffered is the day lost for me. നമ്മളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ പറയുന്നത് കഷ്ടപ്പെട്ട ഒരു ദിവസമാണ് എനിക്ക് ഏറ്റവും നഷ്ടമായ ഒരു ദിവസം. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ് നമുക്ക് നമ്മുടെ കണക്ക് ബുക്കിൽ ഉണ്ടാകുന്നത്. അൽഫോൻസാമ്മ പറഞ്ഞത്, ഞാൻ എല്ലാ ദിവസവും കഷ്ടപ്പാടില്ലാത്ത ദിവസം നമ്മൾ ഒന്നെങ്കിൽ അൽഫോൻസാമ്മയുടെ ഫാൻ ആയിരിക്കും. എത്ര പേരുണ്ട് അൽഫോൻസാമ്മയുടെ ഫാൻ? കുറെ പേര് ഇങ്ങനെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് മെസ്സിയുടെ ഫാൻ ഉണ്ടാവും. കുറെ പേര് അൽഫോൻസാമ്മയുടെ ഫോളോവേഴ്സ് ആയിരിക്കും. മെസ്സിയെ നമ്മളിപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെ, ട്വിറ്ററിലൂടെ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഈ ഫാൻ ആയിട്ടുള്ളവർക്കും ഫോളോവേഴ്സിന്റെയും കുഴപ്പമില്ല, അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കുറച്ചാളിപ്പം ഈ വേൾഡ് കപ്പ് കഴിഞ്ഞ് തിങ്കളാഴ്ച കഴിഞ്ഞാൽ മെസ്സി എല്ലാവരും മറക്കും. ഇനി അടുത്ത കളി വരും, അടുത്ത 3 വർഷം കാത്തിരുന്നേ വീണ്ടും മെസ്സി അപ്പിയർ ചെയ്യുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ വീണ്ടും ഫാനായി മാറുകയുള്ളൂ, അല്ലെ മെസ്സി എന്താ ചെയ്യുന്നത് ഫോളോ ചെയ്യുള്ളൂ. പക്ഷെ ഒരു ഡിസൈപ്പിൾ, ഒരു ശിഷ്യനാകുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം. ശിഷ്യൻ ആകുക, അല്ലെ ശിഷ്യയാകുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ വളരെ കൂടുതലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കും. വളരെ കൂടുതലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ, ആ വ്യക്തി എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ സംസാരിക്കുന്നു,
എങ്ങനെ വസ്ത്രം ധരിക്കുന്നു, എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, ആ ഒരു ഇമിറ്റേഷൻ, അതാണ് കർത്താവ് നമ്മുടെ മുമ്പിലേക്ക് തരുന്ന ഈ വിശുദ്ധരെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിക്കുന്നതിനിടയ്ക്ക് ഒരു കൊച്ച് സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിലൂടെ ഓടിക്കേറി. അങ്ങനെ ഓടിക്കേറി പള്ളിയിലൊക്കെ ഇതുപോലെ ഗ്ലാസ് ഇട്ട, എന്നാൽ ടൈൻറ്റഡ് ഗ്ലാസ് ഇട്ട കുറെ വിശുദ്ധരുടെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവൻ കറങ്ങി തിരിഞ്ഞ് സ്കൂളിലെത്തിയപ്പം, ക്ലാസ്സിലെത്തിയപ്പം അവിടെ റിലീജിയൻ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഉണ്ടായിരുന്നത്. ആ ടീച്ചർ അവനോട് ചോദിച്ചു, ഹൂ ഈസ് എ സെയിന്റ്? അപ്പൊ ആ കൊച്ച് പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കുന്നത്, ആ പള്ളിയിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവിടെ കണ്ടതെല്ലാം ഇതുപോലെയുള്ള ടൈൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ഒക്കെ കണ്ട് സെയിന്റ്. അവൻ തിരിച്ചു പറയാണ് ഉടനെ, ഒരു കുഞ്ഞു കൊച്ച, saints are the people who let the light shine through. Saints are the people who let the light shine through. ഈ ടൈൻറ്റഡ് ഗ്ലാസ്സിൽ അവനിങ്ങനെ പള്ളിയിൽ നോക്കിയപ്പം വിശുദ്ധരുടെ ഒക്കെ പടം കണ്ടു. അപ്പൊ അതിനകത്തൂടെ ലൈറ്റ് വരുന്നത് കണ്ടപ്പോഴാണ് എന്ത് മനസ്സിലായത്, അത് വിശുദ്ധരാണെന്ന്. ഇപ്പൊ ഈ ലൈറ്റ് ഓഫ് ആക്കി ഇവിടെ ആർക്കെങ്കിലും വിശുദ്ധരെ കാണാൻ പറ്റും? ഇല്ല. Saints are those who let the light come through them. And teacher said, that's an excellent answer. Saints are those who let the light of Christ shine through them. And you see Christ through them. വിശുദ്ധരിലൂടെ പ്രകാശം കടന്നു വരുന്നത് കൊണ്ട് നമ്മൾ അവരെ കാണുന്നു, ഈ ടൈൻറ്റഡ് ഗ്ലാസ്സിലൂടെ. അതുപോലെ ആ വിശുദ്ധരിലൂടെയാണ് നമ്മൾ ദൈവത്തെ കാണാൻ പരിശ്രമിക്കുന്നത്, അവരുടെ വിശുദ്ധിയിലൂടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട കാര്യം, ഈ വിശുദ്ധി ആരാണ്? വ്യക്തമായ ഒരു ബോധ്യമുണ്ടാകും. എന്തൊക്കെ വേദനകളും കഷ്ടപ്പാടുകളാണ് അൽഫോൻസാമ്മ കടന്നുപോയത്. ഈ കടന്നുപോയ കഷ്ടപ്പാടുകളിൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അൽഫോൻസാമ്മയുടെ മുമ്പിൽ പോയി പറയാനും യാചിക്കാനും സാധിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ ഈ അൽഫോൻസാമ്മയുടെ ഫാനാണോ, ഫോളോവർ ആണോ, അതോ ഒരു ശിഷ്യയാകുവാൻ, ഒരു ഡിസൈപ്പിൾ ആകാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്? ഡിസൈപ്പിൾ ആവാൻ പരിശ്രമിക്കുമ്പോൾ അൽഫോൻസാമ്മയെ പോലെ സഹിക്കുവാനും വേദനിക്കുവാനും കഷ്ടപ്പെടുവാനും അതിനെ സഹനങ്ങളെ കുരിശായി കാണുവാനും ആ കുരിശിനെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ മാർഗമാണെന്ന് തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കണം. സഹനങ്ങളെ കുരിശുകളായി കണ്ട് കുരിശുകൾ വിശുദ്ധിയുടെ മാർഗമാണെന്ന് തിരിച്ചറിയുവാൻ നമ്മളെ നമ്മുടെ ഇടവക മധ്യസ്ഥർ പഠിപ്പിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റാതെ പോയാൽ ഈ വർഷവും 9 ദിവസത്തെ തിരുനാൾ കഴിയും. ഒരുപക്ഷെ അടുത്ത വർഷം ഞാനിവിടെ ഉണ്ടെങ്കിൽ അച്ഛൻ വിളിച്ചാൽ ഞാൻ വീണ്ടും വരും, ഇതേപോലെ ചോദ്യം ചോദിക്കും. നമ്മളിങ്ങനെ ചോദിക്കും, ഉത്തരം പറയും, തിരിച്ചു പോകും. വലിയ മാറ്റങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരില്ല. ഈ മാറ്റങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സഹനങ്ങളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, കുടുംബങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യുവാനും സന്തോഷത്തോടെ സ്വീകരിക്കുവാനും ദൈവത്തിന് സമർപ്പിക്കുവാനും അൽഫോൻസാമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്റെ അത്രയൊന്നും ഞാൻ കഷ്ടപ്പെടുന്നില്ല, എന്നാലും ഭയങ്കര കഷ്ടപ്പാടാണെന്ന് പറയാനും അതിൽ നിന്നൊരു ധൈര്യം കിട്ടി ആ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഇടവക മധ്യസ്ഥയിലൂടെ ദൈവകൃപ നമ്മളിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഇടവക തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ അൽഫോൻസാമ്മയെ കുറിച്ച് വായിക്കുക. അൽഫോൻസാമ്മ ആരായിരുന്നു, എങ്ങനെയാണ് ജീവിച്ചത്, ആ ജീവിത ചരിത്രം ഒന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാന് നമുക്ക് സാധിക്കുമ്പോൾ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധയെ അറിഞ്ഞാൽ മാത്രമേ വിശുദ്ധയോട് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ പ്രയാസങ്ങളും സങ്കടങ്ങളും അറിയുമ്പോൾ നമുക്ക് പറയാം, അൽഫോൻസാമ്മേ നീ ഇതിലൂടെ കടന്നുപോയതാണ്, എനിക്കും അതേ പ്രശ്നം വരുന്നു, എന്നെ സഹായിക്കണമേ. ആ ഒരു ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതിനുള്ള എല്ലാ കൃപാപരവും ദൈവം വിശുദ്ധ അൽഫോൻസാമ്മയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സമർത്ഥമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും.